രാജാക്കന്മാർ ഇങ്ങനെ ക്ഷേത്രത്തിൽ വരുന്ന വഴി ഇവിടെ കയറും, ഇവിടുന്ന് വിശ്രമം കഴിഞ്ഞതിന് ശേഷമേ പിന്നെ ഇവിടുന്ന് പോകും. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ നിൽക്കുന്നൊക്കെ അറിവ് പറഞ്ഞുള്ള അറിവ്. അന്ന് പഠിപ്പിനേക്ക് അന്ന് ഈ രാത്രി നമ്മൾ കിടക്കാൻ നേരം വിളിക്കാത്തോളം പ്രശ്നിക്കാറുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അങ്ങനെ കാലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ കഴിഞ്ഞ തലമുറ കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തിയപ്പോൾ ഒന്നുമില്ല. എൻ്റെ പേര് രാമകൃഷ്ണപിള്ള. ഞാനിപ്പോൾ അതിനിപ്പോൾ 3ാമത്തെ തലമുറയിലുള്ള ആളാണ്. അതേ നമുക്കറിയാവും. എന്നാ പാപ്പ അതൊന്നും അവർ പറഞ്ഞതനുസരിച്ചാണ് ഈ പറയുന്നത്. ചിലപ്പോൾ അതിനപ്പുറമായിരിക്കും. അത് അമ്മൂമ്മ പറഞ്ഞുള്ള അറിവാണ്. അത് നമുക്കറിയാവും. അച്ഛന്റെ ഓർമ്മയില് ഇതേ ഉള്ളൂ, അത് നന്നായിട്ട് സംരക്ഷിച്ചു. ഇതിപ്പോ ഇങ്ങനെ സംരക്ഷിക്കാനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇതിന് ഉണ്ടാകുന്നത്? പ്രശ്നങ്ങൾ നമ്മൾ പഴയ കുടുംബം നമ്മൾ നശിച്ചു പോകരുത്, നമുക്ക് മറ്റു ഇതൊന്നും ഉണ്ടാവരുത്, ദോഷങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെ സത്യമുള്ള വീടായില്ല, അതുകൊണ്ട് നശിച്ചു പോകാതെ ഞങ്ങളിങ്ങനെ നേരം ഓരോ അന്ത്യത്തിരിയും കത്തിച്ച് ഞങ്ങൾ ഇട്ടേക്കുന്നത്. പണ്ട് ഇവിടെ എല്ലാം നല്ല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കാലപ്പഴ കവിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കുറേ നശിച്ചു പോയി. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വല്ല ആൾക്കാരൊന്നും ഇല്ലാത്തതിന്റെ പേരും ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതിന്റെ പേരും ഇങ്ങനെ നശിച്ചു കിടക്കുന്നു. അല്ല, നശിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ തട്ടിപ്പെട്ടി ഇട്ടേക്കും, അല്ലേ നശിച്ചു കഴിഞ്ഞാൽ അത് കിടക്കേണ്ടത്. ഇങ്ങനെ അകത്ത് പിന്നെ നിലവറയുണ്ട്, അതിന് കുഴിയുണ്ട്. അപ്പുറത്ത് അതിന് ചേർന്നൊരു ചെറിയൊരു റൂമുണ്ട്. ഇപ്പുറത്ത് ഇച്ചിരി വിശാലമായിട്ടൊരു റൂമുണ്ട്. അത് കഴിഞ്ഞ് വെളിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചത്, ഈ വീട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമല്ലോ. അപ്പം പ്രധാനമായിട്ട് ഓട് ഇളകുക, അങ്ങനെയൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതെന്തൊക്കെയാണെന്ന് പറയാം. 2 വർഷം മുമ്പ് ഞാൻ 2-3 കൊല്ലം ഇപ്പം ഓടിളകിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കയറാനും ഇറങ്ങാനും ഇപ്പം ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ആശാരി കഴിഞ്ഞ പ്രാവശ്യം ആശാരി വന്നതൊക്കെ എല്ലാം ഇതിന്റെ ഈ തടിപ്പണ്ടെന്നും ഇല്ലെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അയാൾ അറിയുന്ന രൂപത്തിൽ കൂടെ കയറി ഒപ്പിച്ചിട്ടാണ് പോയത്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമായിരിക്കും, അവരുടെ പൂർവികരൊക്കെ പണിഞ്ഞതായിരിക്കും. അതൊക്കെയാണ് അവരുടെ പണിഞ്ഞത്. ഇന്നും വന്നത് നടക്കും, ഇന്നും പറ്റത്തില്ല. ഇതിന് മുകളിൽ കയറാൻ തന്നെ ആളില്ല. ഇതിന് ഓരോ ഓടുള്ള തന്നെ കയറാൻ കാലിൽ മുട്ടെടുക്കാൻ പറ്റുന്ന എനിക്ക് മുകളിൽ കയറാൻ വയ്യ. എന്റെ ഓർമ്മയെ ഓടാം. പക്ഷെ അതിന് മുമ്പ് അതല്ലേ അന്ന് തകിടായിരുന്നു കിടന്നത്. ഇരുമ്പ് തകിട് വെച്ചാൽ ഭയങ്കര ഇവിടെ ഉണ്ടാകുന്നത് പോയി. അത് തകിട് ഭയങ്കര കട്ടിയുള്ള തകിടായിരുന്നു. പിന്നെ ഓടിട്ടെന്ന അറിവ്. അല്ല, പണ്ട് കാലത്ത് തകിട് അങ്ങനെ ഇടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അമ്പലങ്ങൾക്ക് അമ്പലത്തിൽ ഇടുന്ന ചെമ്പല്ലേ, ഇരുമ്പ് തകിട് ഭയങ്കര കട്ടിയത്. ഈ അടുത്ത സമയത്തൊന്നും തുറന്നിട്ടില്ല നിലവറ കുഴി. പുറത്തൊന്നും തുറക്കുന്നില്ല. അതിനകത്തൊന്നും വെക്കാൻ നോക്കത്തില്ല, ഇറങ്ങാനും. നല്ല താഴ്ചയുണ്ടോ അതോ താഴ്ച കുറവാണ്? താഴ്ചയല്ല, നമുക്ക് വേണം ഇങ്ങോട്ട് പൊക്കണോ? അങ്ങോട്ട് കാണാം. അങ്ങനെ നോക്കത്തില്ല. ഓ, അവിടെ റൂമുണ്ടല്ലേ. ഇങ്ങനെ ഈ വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്പേസ് ആണല്ലോ കയറി വരാനായിട്ട്. അത് എന്താ അങ്ങനെ കൊടുത്തേക്കുന്നത്? അങ്ങനെ കൊടുത്തേക്കെന്ന് പണ്ട് ഈ ബഹുമാനമുള്ളൊരു കാലമായിരുന്നു. ഇന്നല്ലേ ആരുമായിട്ട് ബഹുമാനം ഇല്ലാത്തത്. അന്ന് നമ്മൾ ക്ഷേത്രത്തിൽ കയറി വരുന്നെങ്കിൽ അതുപോലെ നമ്മൾ ബഹുമാനിച്ച് നമ്മൾ ഇതിലേക്ക് കയറി വരാൻ പറ്റും. അതാണ് ആ ഒരു ചെറിയ ഒരു സ്പേസ്, ഒരാൾക്ക് ചരിഞ്ഞേ കയറി വരാൻ പറ്റുള്ളൂ. അതുപോലെ നല്ല പൊക്കത്തിലാണ് പടിപ്പുര നിൽക്കുന്നത്, നല്ല പൊക്കത്തിലാണ് അല്ലേ. ഈ പഴയ തറവാടുകളിലേക്ക് ഫ്രണ്ടിൽ ഈ മോരും വെള്ളം അങ്ങനെയൊക്കെ സംഭാരം ഒക്കെ കൊടുക്കുമായിരുന്നു. പണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ വെച്ചായിരുന്നോ കൊടുക്കുന്നത്? 1000-300 വർഷത്തിൽ പുറത്തുള്ള പഴം കാണും.